നാം ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടുകയും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. And we are a group of people who have met the living God and also worship the living God. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുകയും ദൈവമാണ്. And we serve a God who listens to a God who listens to our prayers. എങ്കിലും ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ദൈവസന്നിധിയിലോ എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെ എന്നുള്ള ചോദ്യം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. I truly believe at some point in your life you ask God why. ഒരിക്കലും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവമേ എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതല്ല. And if you have never asked the Lord why in your life, and this message may not be for you. വിശുദ്ധ ബൈബിളിനെ പഠിക്കുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചതായ ദൈവദാസന്മാർ വിശുദ്ധ ബൈബിളിലുണ്ട്. And throughout the scriptures we see the servant of God who asked such questions as why. അങ്ങനെ ദൈവസന്നിധിയിലെ ചോദ്യങ്ങൾ ചോദിക്കുകയും ദൈവം അതിന് മറുപടിയല്ല ദൈവം തിരിച്ചു ചെയ്ത ചോദ്യങ്ങൾ ആ ചോദിച്ച ആളോട് ചോദിക്കുകയും ചെയ്ത വേദഭാഗത്തേക്കാണ് നിങ്ങൾ ശ്രദ്ധ. I want to invite your attention to a passage where this person asked the Lord why, and in response to that God asking him why. യിരെമ്യാ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. And Jeremiah chapter 12 verse 5 we want to bring your attention. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? And verse 5, if you have raced with men on foot and they have worn you out, how can you compete with horses? If you stumble in a safe country, how will you manage in the thickets of the Jordan? And this passage that we have read is in relation to the prophet Jeremiah. And I have mentioned in the beginning, Jeremiah is not the only one who have asked God why. And in the book of Job, we see Job is asking many questions to the Lord. And when you come to Psalm 72, we see that Asaph is asking God many questions. And the smaller prophets like Habakkuk and Micah also asking the Lord many questions. And David himself through his psalms asking the Lord many questions. ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് നല്ല പച്ച പിടിച്ച അവസ്ഥയിലൂടെ പോകുന്നു. ദൈവത്തെ വിളിക്കുന്നവന് വലിയ ബുദ്ധിമുട്ടുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. All these questions that people are asking related to the evil are prospering but the righteous are suffering. എന്തുകൊണ്ട് ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് ദൈവം ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം രത്നച്ചുരുക്കം. And the conclusion or the summary of all these questions is, why is not God dealing with these people who are doing evil? അതിനെല്ലാം ദൈവം അതിന്റെ മറുപടി അല്ലെങ്കിൽ അതിന് ദൈവത്തിന് പറയാനുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാനും കഴിയുന്നു. And we see that God's response to those questions in these passages as along with those questions. ഇവിടെ പ്രവാചകനായ യിരെമ്യാവ് ദൈവത്തോട് പറയുന്ന ഭാഗമാണിത്. And here we see Jeremiah is asking questions to the Lord. നാം വായിച്ചതായ വാക്യം ദൈവം തിരിച്ച് യിരെമ്യാവിനോട് പറയുന്ന കാര്യമാണ്. And the passage that we just read is God's response to Jeremiah. 12-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളുടെ എൻ്റെ ഈ മെസ്സേജിന്റെ ഭാഗമാണ്. And from the beginning of the chapter is also part of the context. ദൈവത്തോട് യിരെമ്യാവ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. And Jeremiah is asking God many questions. പ്രവാചകന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിലെ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് യിരെമ്യാ പ്രവാചകൻ. When you study the book of prophets, Jeremiah, as we know, is one of the larger prophets. വലിയ പ്രവാചകന്മാരിൽ രണ്ടാമത്തെ ആളാണ് യിരെമ്യാ പ്രവാചകൻ. Out of the larger prophets, Jeremiah is the second. വേദപുസ്തകത്തിലെ പുസ്തകങ്ങളുടെ കൂട്ടത്തില് സങ്കീർത്തനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ളത് യിരെമ്യാ പ്രവചനത്തിലാണ്. After Psalms, Jeremiah has the most books in the Bible. എന്നാൽ ഈ യിരെമ്യാവ് ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ്
വലിയ പ്രവാചകന്മാരിൽ ഒന്നാമനായിരുന്ന യെശയ്യാവ് കൊല്ലപ്പെട്ടു. And when Jeremiah came to do prophecy, Isaiah was already killed. യെശയ്യാ പ്രവാചകനെ കൊല്ലിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്നത് മനശ്ശെ എന്ന് പറയുന്ന രാജാവാണ്. Manasseh is the king who took the life of prophet Isaiah. ഈ മനശ്ശെ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് ഞാൻ കരുതുന്നു. I think that you are familiar with the king Manasseh. ഹിസ്കിയാവിന് ദൈവം ആയുസ് നീട്ടിക്കൊടുത്തപ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്ത പീരീഡിൽ ജനിച്ച ഒരു സന്തതിയാണ് ഈ മനശ്ശെ. Manasseh is the king, was born to King Hezekiah when his life was extended by 15 years. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ക്രൂരനായിരുന്നു എന്ന് മാത്രമല്ല, ദൈവവുമായിട്ട് ജീവനുള്ള ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയാണ് മനശ്ശെ. He was one of the evil kings of Israel, and he had no relationship or no communion with God. ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ ജീവൻ അപകടത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. And those were the times when the prophets lives were in danger. എന്നാൽ ഈ യിരെമ്യാവിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു പ്രവാചക പശ്ചാത്തലമല്ല. But the prophet Jeremiah's background is not a life of a prophet. യിരെമ്യാവ് ഒരു പുരോഹിതന്റെ സന്തതിയായി ജനിച്ച അല്ലെങ്കിൽ പുരോഹിത വംശത്തിൽപ്പെട്ടവനാണ്. And Jeremiah belongs to the tribe of the priest. ഈ യിരെമ്യാവ് യെരുശലേമിന് 3 മൈൽ അകലെ അനാദോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഹിൽക്കിയാവ് എന്ന് പറയുന്ന പുരോഹിതന്റെ മകനായി ജനിച്ച ആളാണ്. Jeremiah was the son of Hilkiah of Anathoth, who was about 3 miles from where he is. അപ്പോൾ പുരോഹിത ശുശ്രൂഷയിലേക്ക് വരേണ്ട ഒരാളായിരുന്നു യിരെമ്യാവ്. And Jeremiah was destined to be a priest. ആ കാലഘട്ടത്തിൽ പുരോഹിതന്മാർക്ക് ജീവിത സാഹചര്യങ്ങൾ വളരെ മെച്ചമായിരുന്നു. And in those days the priests had a comfortable life. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ബുദ്ധിമുട്ടുമായിരുന്നു. And regarding the prophets, and that was terrible times to be a prophet. എന്നാൽ അന്നും വളരെ കുശാലായ ജീവിതം നയിച്ചവർ കള്ളപ്രവാചകന്മാരാണ്. And in those days the false prophets were the ones living comfortably. ഇന്നും അങ്ങനെ തന്നെയാണ്. നിന്നെ വാലല്ല തലയാക്കുമെന്നും നിനക്ക് അനുഗ്രഹം വരുന്നു എന്ന് പറയുന്നവനാണ് ഗുണം. Even today, we see false prophets are the ones prophesying the wrong things and living comfortably and looking for the means. നിന്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പറയുന്നവനേക്കാൾ നമുക്ക് ഇഷ്ടം ഇങ്ങനെ സുഖിപ്പിക്കുന്ന പ്രവചനങ്ങളാണ്. And we often like the prophets who give you comfortable words of comfort than the ones who says get your life right. യഹൂദ രീതിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങുന്നത് 20 വയസ്സ് കഴിയുമ്പോഴാണ്. And according to the Jewish customs, somebody comes to ministry after 20 years. യിരെമ്യാ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ അവൻ 20 വയസ്സായിട്ടില്ല. And when Jeremiah was called to be a prophet, he was not yet 20. അതുകൊണ്ട് തന്നെ ദൈവത്തോട് യിരെമ്യാ പറഞ്ഞു, ഞാൻ ബാലനാകുന്നു, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. Because of that, Jeremiah told the Lord, I'm a lad, I am not old enough to be a prophet. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ ബാലനാണെന്ന് പറയരുത്, നീ സംസാരിക്കാൻ നിനക്ക് അറിയരുതെന്ന് പറയരുത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ വേർതിരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. God telling Jeremiah that I have separated you from your mother's womb, don't tell me you're a young man. ഞാൻ പറഞ്ഞു വരുന്ന ഈ പശ്ചാത്തലം കൂടെ പറഞ്ഞാലേ നമ്മുടെ ഈ മെസ്സേജിന്റെ ഭാഗത്തേക്ക് ശരിയായി നമുക്ക് പ്രവേശിക്കാൻ കഴിയും. I am giving you the context and the background of this message, then only you will understand the word. ഈ പ്രവചന ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകന്മാരെന്ന് പറയുന്നവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. And the people who are prophets are standing in representative of God. ദൈവത്തിങ്കൽ ആലോചന പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നതാണ് പ്രവാചകന്റെ ജോലി. A job of a prophet is to receive from the Lord and give to the people. പുരോഹിതന്റെ ജോലി ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. And a priest's responsibility is on behalf of the people stand as a representative in front of God. രണ്ടും വ്യത്യസ്തങ്ങളായ രണ്ട് ശുശ്രൂഷകളാണ്. And these are two distinct ministries. എന്നാൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രസാദിപ്പിക്കേണ്ടത് ദൈവത്തെ മാത്രമാണ്, മനുഷ്യന്റെ മുഖത്തേക്ക് അവൻ നോക്കേണ്ട കാര്യമില്ല. As far as a prophet is concerned, his primary responsibility is fiduciary responsibility is to God and to only please him. നിങ്ങൾ ഈ യിരെമ്യാ പ്രവചനത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, ആത്മീയമായി എന്തുമാത്രം അന്ധത അല്ലെങ്കിൽ ആത്മീയമായി എന്തൊരു തകർച്ചയിലാണ് ഇസ്രായേൽ സമൂഹം ആയിരിക്കുന്നത് എന്നുള്ളത്. If you read the beginning of Jeremiah, you see that Israel is in a place where it's a dark age and they're gone through far away from God. ഈ ജനത്തോട് അറിയിക്കുവാൻ വളരെ കൈപ്പുള്ള അല്ലെങ്കിൽ അവർക്ക് സുഖിക്കാത്തതായ ഒരു മെസ്സേജാണ് ദൈവം യിരെമ്യാവിന് കൈമാറിയിരിക്കുന്നത്. God has given Jeremiah a message that is not pleasing to the people to hear because it's a message of wrath. യിരെമ്യാവ് എന്ന പേരിന്റെ അർത്ഥം ദൈവം ഉയർത്തുന്നവൻ എന്നാണ്. And the word Jeremiah, the meaning of the word is the one who God lives. ആ പ്രവാചകനെ കുറിച്ച്
വേദ ചരിത്രം പഠിപ്പിക്കുന്നത് കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നുള്ള അർത്ഥത്തിലാണ്. And Jeremiah is also known as the prophet of tears. നിങ്ങൾ ആ യിരെമ്യാ പ്രവാചകന്റെ ജീവിതം മൊത്തത്തിൽ പരിശോധിച്ചാൽ കണ്ണുനീരും കയ്യുമായി കഴിഞ്ഞൊരു പ്രവാചകനാണ്. And if you study the book of Jeremiah, you see the entire life of Jeremiah is a sad story. ദൈവം ശക്തമായ ഒരു മെസ്സേജ് യിരെമ്യാവിന് കൈമാറിയിരിക്കുന്നു. And God has given this powerful word to Jeremiah. കൂടെ ദൈവം ആ വിഷയം തന്നെ ആവർത്തിച്ച് യിരെമ്യാവിനെ ഉണർത്തുന്നു. And repeatedly God is reminding Jeremiah of the message that is given to him. യിരെമ്യാവ് അതിലൊട്ടും കുറയ്ക്കാതെ ജനത്തോട് വിളിച്ചു പറയുന്നു. And Jeremiah, without diluting the word, and he's giving those words just like that to the people. ജനത്തിന് യാതൊരു വ്യത്യാസവും വരാതെ ജനം തുടരുന്നു. And the people continue to live in the same condition. യിരെമ്യാവ് വിളിച്ചു പറയുന്നു, 70 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവാസത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ പോയാൽ പോകും എന്ന് വിളിച്ചു പറയുന്നു. And Jeremiah is warning the people, if you continue in this way, you will be taken as exiles for 70 years. ഉടനെ തന്നെ ജനത്തെ പ്രീതിപ്പെടുത്തുന്ന പ്രവാചകന്മാർ വിളിച്ചു പറയുന്നു, അങ്ങനൊന്നും സംഭവിക്കത്തില്ല, നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. The false prophet who want to please the people, they would tell the people, no, that won't happen. We are God's people. അതുകൊണ്ട് യിരെമ്യാവ് പറഞ്ഞതുപോലെ സംഭവിക്കത്തില്ലെന്ന് ഈ കള്ളപ്രവാചകന്മാർ ജനത്തെ ധരിപ്പിച്ചു. So all the false prophets are telling the people of Israel that whatever Jeremiah is saying will not come to fruition. അതുകൊണ്ട് തന്നെ മാനസാന്തരപ്പെടണമെന്നുള്ള ഒരു ചിന്ത ഈ ജനത്തിന് ഇല്ലാതെ വന്നു. So the people were confused and they did not want to repent of what God is telling Jeremiah. അതുകൊണ്ട് ജനത്തോട് ഈ യിരെമ്യാവ് പറഞ്ഞ മെസ്സേജ് അതിൻ്റെതായ നിലയിൽ ഒട്ടും ഉൾക്കൊള്ളാതെ ജനം ഇങ്ങനെ പോവുകയാണ്. So the people were not willing to accept the message Jeremiah was giving to the people. ആ സാഹചര്യത്തിലാണ് യിരെമ്യാ പ്രവാചകൻ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. And in that condition, that's the background where Jeremiah is coming to the presence of God. ആ തുടക്കം തന്നെ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്, യഹോവേ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും. And you know, the first thing that Jeremiah is saying, if I'm going to argue with you, Lord, you will be justified, you will be righteous. ഈ നീതിമാനായ ദൈവത്തോട് വാദിക്കാൻ വേണ്ടി യിരെമ്യാവ് വന്നിരിക്കുകയാണ്. And Jeremiah has come to argue with the Lord. നിങ്ങൾ ആ ഭാഗത്ത് നോക്കുമ്പോൾ കാണാം, ഒരു വാക്കിൽ പോലും ദൈവത്തെ യിരെമ്യാവ് കുറ്റപ്പെടുത്തുന്നില്ല. And in none of those words previous to this, you will see Jeremiah never accusing God. എന്നാൽ യിരെമ്യാവിന്റെ ബുദ്ധിമുട്ട് യിരെമ്യാവ് ദൈവത്തോട് പറയുകയാണ്. But his own problem, his own struggle, he is sharing with God. നീ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കുന്നില്ല. Lord, whatever you are saying, it is not happening. ഈ ജനത്തിന്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനമില്ല. ഈ ജനം ആദരം കൊണ്ട് നിന്നെ സ്തുതിക്കുകയാണ്. And these people do not hold you in their heart and they are just providing lip service. പക്ഷേ ഈ ജനത്തിന് എല്ലാ നിലയിലും പുരോഗതിയാണ്. But all I see is these people are progressing even though I am telling them they are going to be destroyed. മാത്രമല്ല ഈ സമയമായപ്പോഴത്തേക്കിന് അനാഥോത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകൾ യിരെമ്യാവിനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. And during this time the people of Anathoth kicked Jeremiah out of the city. അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഇവനെ നമുക്ക് പറ്റിയ ആളല്ല, ഇവന്റെ പ്രവചനവും വേണ്ട, ഇവന്റെ ശുശ്രൂഷയും വേണ്ട, ഇവിടുന്ന് കടക്കൂ പുറത്ത് എന്നുള്ള നിലയിൽ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി. People rejected him because they didn't like his message and they kicked him out of the city. അവർ സ്വന്തം ദേശം അന്യമായി തീർന്നു, സ്വന്തം വീട്ടുകാർ അന്യമായി, സ്വന്തക്കാരും മുഴുവൻ യിരെമ്യാവിന് എതിരായി മാറി. And so all his own people, his tribe and his family rejected him because he was kicked out of his birthplace. ആരും ഒരു തുണയില്ലാത്ത സാഹചര്യത്തിൽ യിരെമ്യാവായിരിക്കുകയാണ്. And Jeremiah is in a condition where there is no one to help or come to his aid. പക്ഷേ യിരെമ്യാവിന്റെ സന്ദേശത്തിന് യാതൊരു മാറ്റവും ഇല്ല. But his words and his message does not change because of the condition. യിരെമ്യാവ് ജനങ്ങളുടെ മുമ്പിൽ വളരെ ശക്തനാണ്. And in front of the people he is very strong. ഒരു എതിർപ്പിനെയും യിരെമ്യാവ് ഭയപ്പെടുന്നുമില്ല. He does not fear anybody or anything that come against him. എന്നാൽ ഒരു സോഫ്റ്റ് ഹാർട്ടാണ് യിരെമ്യാവിനുള്ളതെന്ന് നമുക്ക് യിരെമ്യാവ് ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. But when we come to the presence of God, when he comes to the God, he had a soft heart towards people. യിരെമ്യാവ് ദൈവത്തോട് യിരെമ്യാവിന്റെ പരിഭവങ്ങൾ പരാതികളൊക്കെ പറയുകയാണ്. And his complaints and problems and he's bringing to God in the presence of God. നമുക്ക് വളരെ വേഗം മുമ്പോട്ട് പോകാം. യിരെമ്യാവ് ദൈവസന്നിധിയിൽ പരാതിപ്പെടുന്ന അല്ലെങ്കിൽ പരിഭവപ്പെടുന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. And let us look at the things that Jeremiah is bringing to God as a complaint. അവനെ ഒന്നുകിൽ ചോദ്യ രൂപത്തിലോ അല്ലെങ്കിൽ പരാതി പോലെയോ പരിഭവം പോലെയോ ഒക്കെയാണ് ഈ സെന്റൻസുകൾ വരുന്നത്. Either he is asking these things as a question or a statement in front of God. ഈ സന്ദേശം ഞാൻ ആരംഭത്തിൽ പറയേണ്ടതായിരുന്നു. ഇന്നലെ രാത്രി 10 മണി കഴിഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത മെസ്സേജ്. And this is a message that I prepared after 10 o'clock last night. ഞാൻ ഇത് ആരിൽ നിന്നും കേട്ടിട്ടുള്ളത്, ഈ വാക്യത്തിൽ നിന്നൊക്കെ ഒത്തിരി പേര് പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ ആരുടെയും പ്രസംഗമല്ലത്. And this is not a message that I received from anyone, and I've heard many messages from ഞാൻ this ദൈവസന്നിധി പൂർണ്ണ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്.
പറയുന്നത് ഇത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ദൈവസഭയ്ക്ക് ഇന്ന് പകൽക്കാലം നൽകാൻ വേണ്ടി തന്നെ തന്നതാണ്. And I'm full confidence that I received from the Lord, and I'm sharing that with you this morning. നിശ്ചയമായും ഇത് ജനത്തിന് അനുഗ്രഹമാകുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. And I truly believe this would be a blessing to all of you. നാം ഈ മെസ്സേജിന്റെ പ്രധാന ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. So we're coming to the main point of this message. ഇവിടെ ഒന്നാമതായിട്ട് ഈ ഇരമ്യാവിന് പരാതി ദൈവത്തോടുണ്ടെങ്കിലും ഇരമ്യാവ് ജനത്തിന്റെ മുമ്പിൽ നിന്നല്ല ദൈവത്തോട് പരാതി പറയുന്നു. Even though Jeremiah had many complaints regarding this situation, he was not complaining in front of the people. ഇരമ്യാവിന് ദൈവസന്നിധിയിലെ ഒരു ക്വയറ്റായും അല്ലെങ്കിൽ ശാന്തമായി ദൈവവും ഇരമ്യാവും മാത്രമുള്ള ഒരു സമയമുണ്ട്. And there was a time Jeremiah was alone with God in his presence and a personal dealing. ദൈവമക്കളെ, നാം ഒരു കാര്യം ഓർക്കണം. ദൈവത്തോട് നമുക്ക് എന്തെങ്കിലും പരാതിയോ പരിഭവമോ ഉണ്ടെങ്കിൽ ജീവിത പങ്കാളിയുടെ മുമ്പിലോ മക്കളുടെ മുമ്പിലോ കൂട്ടു സഹോദരന്മാരുടെ മുമ്പിലോ ഇരുന്നുകൊണ്ടല്ല സംശയം തോന്നുന്നത് പോലെ പറയേണ്ടത്. When you have a problem or a challenge or issue, you should not be in front of your wife or children or brothers and sisters. You should take that to the Lord in person. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പറയുകയാണ്, എന്റെ ദൈവമേ ഇത് എന്തൊരു ജീവിതമാണെന്ന് ദൈവത്തോട് ചോദിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ദൈവത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? And if you are complaining about to God in front of your children, then what are they taking? What are the lessons you are teaching them? എന്നാൽ നിങ്ങളും ദൈവവും മാത്രമുള്ളതായ സമയത്ത് ദൈവമേ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വേറൊരാൾ അറിയുന്നില്ല, നിങ്ങളും ദൈവവും മാത്രം അറിയുന്ന When you കാര്യമാണ്. are in private with God and you are complaining or you're talking to him about your challenges, then you are only dealing with them, nobody else is listening. ഒരു ദൈവ പൈതലിന് ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ ദൈവവുമായിട്ടുള്ള ഒരു ക്വയറ്റ് ടൈം അല്ലെങ്കിൽ ദൈവവും നാം മാത്രമുള്ള ഒരു സമയം ഉണ്ടായിരിക്കണം. And we should have the private time with our Lord in your Christian life. മറ്റാരും കേൾക്കണ്ടാത്ത മറ്റാരും അറിയണ്ടാത്ത കാര്യങ്ങൾ ദൈവത്തോട് പറയുവാൻ, ദൈവവുമായി സംവാദിക്കുവാൻ, ദൈവം നമ്മളോട് പറയുന്നത് കേൾക്കുവാനുള്ളതായ ഒരു നല്ല സമയം ദൈവവുമായി നമുക്കുണ്ടായിരിക്കണം. We should have a good time with the Lord as you are in relationship with the Lord, that you can spend that private moments with the Lord. മാത്രമല്ല ഇവിടെ കുറ്റം ദൈവസന്നിധിയിൽ സംസാരിക്കുമ്പോൾ ഇരമ്യാവ് അടുത്തായിട്ട് പറയുന്നത് ദൈവമേ നീ നീതിമാനാണ്. And then Jeremiah is acknowledging and addressing Lord as a righteous God. എങ്കിലും എന്റെ ചോദ്യം ന്യായമായ ഒരു ചോദ്യമാണ്. But even though I am having some reasonable questions to അങ്ങ് you, നീതിയുള്ള ദൈവമാണ്, you are a righteous God, എന്റെ ചോദ്യത്തിന് ന്യായവുമുണ്ട്. and the things that I'm asking also is just. എന്താണ് ഇരമ്യാവേ നിന്റെ ചോദ്യത്തിന്റെ ന്യായം? So God is saying, Jeremiah, what is your question? ദൈവമേ ഒന്ന് നോക്ക്, ഈ ദുഷ്ടന്മാരെല്ലാം പച്ചപിടിച്ചിരിക്കുന്നത് കണ്ടോ? Lord, look around, all the evil ones are prospering. എന്നോട് അങ്ങല്ലേ പറഞ്ഞത് ഇവനോടൊക്കെ മാനസാന്തരത്തിന്റെ സന്ദേശം കൊടുക്കാൻ? You are the one told me to talk to them about repentance. പ്രവാസത്തിലേക്ക് പോകുമെന്ന് എന്നോട് പറഞ്ഞത് അങ്ങല്ലേ? You are the one told me they will be taken to exile. പക്ഷേ ഈ അനുസരിക്കാത്ത ഈ ജനത്തിന് നന്മ തന്നെയല്ലേ വന്നുകൂടുന്നത്? But those people who disobey you, only good things are happening to them. പക്ഷേ എന്റെ അവസ്ഥയോ എന്റെ ജന്മദേശം വിട്ടു, എന്റെ വീട്ടുകാർ ഓടിച്ചു, എനിക്ക് ആ പട്ടണത്തിൽ പോലും നിൽക്കാൻ മേലാത്ത അവസ്ഥയിലാണ് But ഞാൻ. look at my conditions. I was rejected by my own people. I've been kicked out of the city, and I cannot even go to the place where I was born. ഇങ്ങനെ ആയിരിക്കുന്ന ഒരു പ്രവാചകനെ ഇവനെ ചോദിക്കുന്നതിന് ന്യായക്കേടുവല്ലോ. So doesn't he have the right to ask those questions because of the condition he is in? നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കാൻ ഇതിന്റെ ഒരു അംശം പോലും ന്യായം നമ്മുടെ സൈഡിലില്ല. And most of the questions we ask the Lord, we have no justification. എന്നാൽ ഇവിടെ ഇരമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഇരമ്യാവിന്റെ ചോദ്യത്തിന് ന്യായക്കേട് ഒന്നുമില്ല, ന്യായമായ ചോദ്യമാണ്. But regarding Jeremiah, he's asking the just questions because he has a reason to ask those questions. മൂന്നാമത് ഇരമ്യാവിന് അറിയേണ്ട വിഷയം, ദൈവമേ എന്തുകൊണ്ട് ഈ വിക്കഡായിട്ടുള്ള ആളുകൾ പ്രോസ്പറസ് ആയിട്ട് അല്ലെങ്കിൽ ഇവര് വലിയ പുരോഗതി പ്രാപിക്കുന്നു? And Jeremiah's first question is that why are the wicked people prospering? ഈ ചോദ്യം എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടോ? But any of us had this question any time in your life? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മളെ പോലുള്ള ബന്ധമോ ആരാധനയോ ഒന്നുമില്ലാത്ത ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും അല്ലലും ഇല്ലാതെ ജീവിക്കുന്നു. നമുക്ക് എന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും തന്നെ. Have you ever wondered people that we work with, they're unrighteous people, ungodly people live comfortably, but we always have struggles? അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ മാനുഷികമായ നിലയിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. But it is a natural question that come to my mind when we see situations like that. ഇത് തന്നെയാണ് ഞാൻ മുമ്പേ പേര് പറഞ്ഞ, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇയ്യോബ് മുതൽ ഞാൻ കുറെ പേരുകൾ പറഞ്ഞല്ലോ, ആസാഫ് വരെ, ഇവരുടെ എല്ലാം ചോദ്യത്തിന്റെ വിഷയം ഇത് തന്നെയാണ്. And these are all the same questions great men of faith have asked over time. ആസാഫിന്റെ സങ്കീർത്തനത്തിൽ വളരെ രസകരമായ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. In the Psalm of Asaph that we see some important usage of words. ആസാഫ് നോക്കിയപ്പോൾ ഈ ദുഷ്ടന്മാരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഇങ്ങനെ ഉന്തി നിൽക്കുക. And he says the people are fat and their eyes are bulging
coming out because they are fat. ആസാഫിന്റെ കണ്ണ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കുഴിഞ്ഞു അകത്തോട്ടും പോകും. And Asaph's eyes were sunken because he didn't have enough prosperity. സങ്കീർത്തനത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല, ഞാനങ്ങ് അതിനോട് ചേർത്ത് It പറഞ്ഞു. was not written like that. I'm imagining that. കാരണം കണ്ണുനീരും കൈയുമായിട്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളിന് ഇങ്ങനെ കണ്ണ് അകത്തോടാവുള്ളൂ. And if somebody is in tears all the time in the presence of God, and that's naturally assumed that. ഇവന്റെ അവസാനം എന്താവുമെന്ന് അറിയാൻ ആസാഫും പോയത് ദൈവസന്നിധിയിലോട്ടാണ്. And so Asaph went to the presence of the Lord to find out what happens to these people. ദൈവസന്നിധി ചെന്നുവെച്ചാൽ അവരോട് ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇവരുടെ അന്തം എന്താവും? And he went to the Lord and said, what is the end of these people who are living like this? അപ്പൊ ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ ആസാഫിനൊരു കാര്യം മനസ്സിലായി, ഇവർ നിൽക്കുന്ന വഴുവഴുപ്പില, ഏത് സമയം ഇവർ വീഴാനുള്ള സാധ്യത ഉള്ളവരാണ്. And in his conversation with God, he found out these people are standing on slippery ground. അവിടുന്ന് ആസാഫ് സന്തോഷത്തോടെ ധൈര്യം പ്രാപിച്ചു വരികയാണ്. So Asaph got encouragement from the Lord and went back. ഇവിടെ ഈ യിരെമ്യാവ് ചോദിക്കുന്ന അടുത്ത ചോദ്യത്തിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ സോവർണിറ്റി അല്ലെങ്കിൽ ദൈവത്തിന്റെ പരമാധികാരം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് യിരെമ്യാവിന് യാതൊരു സംശയവുമില്ല. Jeremiah never doubted the sovereignty of God. നിങ്ങൾ ആ 12ന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ ഇതെല്ലാം അവിടെ ഉണ്ട്. ദൈവത്തിന്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ടാണ് തന്റെ പരാതി ദൈവസന്നിധി വെക്കുന്നത്. And Jeremiah acknowledged God's sovereignty, then he is going to God with his complaint. അടുത്ത ഞാൻ അല്പം സ്പീഡിൽ പോവുകയാണ്. അടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തോട് യിരെമ്യാവ് ചോദിക്കുകയാണ്, നീ അവരെ സംരക്ഷിക്കുന്ന, കാരണം ദൈവമില്ലാതെ നടക്കുന്ന, ദൈവവുമായി ബന്ധമില്ലാത്ത, ദൈവിക ശബ്ദത്തിന് ചെവി കൊടുക്കാത്ത അവരെയൊക്കെ നീ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ളതായ ഒരു വിഷയമാണ് ദൈവത്തിന്റെ സന്നിധി വെക്കുന്നത്. And Jeremiah is asking the Lord, why are you protecting these people who live godless and who do not fear you? Why are you protecting them? അപ്പൊ ഈ സമയമാകുമ്പോഴത്തേന് നമ്മൾ മൊത്തം ആ ഭാഗത്തെ അനലൈസ് ചെയ്താൽ അറിയാം, യിരെമ്യാവിന്റെ ഉള്ളിൽ ഈ ദൈവത്തോടുള്ള ഒരു അല്പം ഇഷ്ടക്കേട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. And we see that Jeremiah is uncomfortable with God and why he has some dislike. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് കാണാം, ആ ഇഷ്ടക്കേടിന് മുഖത്തൊരു നീതിയുണ്ട്. But there is also a righteousness in that dislike Jeremiah has. കാരണം ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ അങ്ങോട്ട് പ്രസന്റ് ചെയ്തേച്ചാണ് യിരെമ്യാവ് ദൈവത്തോട് വാദിക്കുന്നത്. And Jeremiah is bringing these arguments and in his point of view in front of God in making his case. അടുത്തതായിട്ട് യിരെമ്യാവിന് മനസ്സിലാകാത്ത ഒരു കാര്യം ദൈവത്തിന്റെ ടൈമിംഗ് ആണ്. And Jeremiah does not also is puzzled by God's timing. കാരണം ഈ ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്തവർക്ക് ന്യായവിധി വരാൻ യിരെമ്യാവിന്റെ മനസ്സിൽ ഒരു ടൈമുണ്ട്. And Jeremiah's mind, he has a timeline where these people should be punished. പക്ഷേ ആ ടൈം വെച്ച് ദൈവം പ്രവർത്തിക്കാത്തതാണ് യിരെമ്യാവിന്റെ പ്രശ്നം. So Jeremiah's problem is God is not acting within Jeremiah's timeline. നമ്മുടെ സമയത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന് നമുക്ക് ചിന്തയുണ്ടെങ്കിൽ ദൈവമക്കളെ അങ്ങനല്ല ദൈവം പ്രവർത്തിക്കുന്നത്. But if you think God should work in your own timeline, your agenda, then that's not how God works. ദൈവം തക്ക സമയങ്ങളിൽ ദൈവം ഇടപെടുന്നു. And at the right time God will intervene. അത് ദൈവത്തിന്റെ സമയം, അത് എല്ലാവർക്കും നല്ല സമയം തന്നെ ആയിരിക്കും. And in God's right time he will intervene in every one of our lives. അതിന്റെ റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ റൈറ്റ് ടൈമിൽ തന്നെയാണ് ദൈവം ഇടപെട്ടത് എന്നുള്ളത്. When we see the results of that, then we will understand God is dealing with us at the right time. പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കാൻ യിരെമ്യാവിന് പറ്റുന്നില്ല. എത്രത്തോളം കാത്തിരിക്കണമെന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്. So Jeremiah is asking, Lord, how long should I wait, Lord? ദൈവം ഇവരോട് ഇടപെടുമെന്ന കാര്യത്തിൽ യിരെമ്യാവിന് സംശയമൊന്നുമില്ല. Jeremiah is not at all doubtful that he will deal with these people. എന്നാൽ താൻ വിചാരിക്കുന്നത് പോലെ തന്റെ സമയത്തിന്റെ ആ ടൈം ടേബിളിൽ ദൈവം ഇടപെടുന്നില്ല എന്നുള്ളതാണ്. But his complaint is that God is not dealing with these people at Jeremiah's own timetable. ഈ ഭാഗം അടുത്ത ഒരു വിഷയം കൂടെ പറഞ്ഞാൽ ആ ഭാഗം വിടുകയാണ്. ഈ യിരെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ വിഷയങ്ങളെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. And Jeremiah really understands how God works, and regarding God's things he has a very good understanding. മാത്രമല്ല യിരെമ്യാവിന് പ്രപഞ്ചത്തെക്കുറിച്ച് നല്ല വിവരമുണ്ട്. And Jeremiah also have a good understanding of the universe. കാരണം ഈ 4ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാവ് പറയുന്നുണ്ട്, നിലത്തിലെ സസ്യമൊക്കെയും വാടുന്നതും എത്രത്തോളം, അതായത് ദേശം ദുഃഖിക്കുന്നു. അപ്പം ദേശത്തിന് ഈ പ്രപഞ്ചം പോലും ദുഃഖിക്കുന്ന ആര് മനസ്സിലാക്കി? യിരെമ്യാവ് മനസ്സിലാക്കി. And Jeremiah understood the land is parched and the animals and birds are perished. ദൈവമേ, അങ്ങ് ഈ ദുഷ്ടന്മാരോട് ഇടപെടാത്തതിൽ ആർക്ക് പോലും ദുഃഖമുണ്ട്, ദേശത്തിന് പോലും ദുഃഖമുണ്ട്.
And because you don't deal with these evil people, even the people, even the land itself is crying out. ഭൂമി പോലും ദുഃഖിക്കുന്നു. Even the land, the earth itself is crying out. ഭൂമിയിലെ ജീവജാലങ്ങൾ ദുഃഖിക്കുന്നു. And the animals and the plants are sad. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് യിരെമ്യാവ് ദൈവസന്നിധിയിലോട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. And so in that kind of condition is where Jeremiah is bringing his complaints to the Lord. നാം ഇവിടെ കുറിവാക്യമായി വായിച്ചതായ 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. And let us read verse 5 one more time. നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? ഇവിടെ 12-ാം അധ്യായം തുടങ്ങുമ്പോൾ യിരെമ്യാവ് ദൈവത്തോട് ചോദ്യരൂപേണ 2 ചോദ്യങ്ങളുണ്ട്. And when the chapter 12 starts, Jeremiah is asking 2 questions. ഇവിടെ ദൈവം തിരിച്ച് യിരെമ്യാവിനോട് സംസാരിക്കുകയാണ്. And in response to that, God is talking to Jeremiah. ഞാൻ ഇതുവരെ നിങ്ങളോട് സംസാരിച്ച ഒരു കാര്യവും അല്ല ദൈവം അഡ്രസ് ചെയ്യുന്നത്. God's response does not talking about any of the things that we discussed. യിരെമ്യാവ് പണ്ട് യോനായെ പറഞ്ഞു വിട്ടതുപോലെ എത്ര ദിവസത്തിനകം ന്യായവിധി വരുന്നു എന്നും ദിവസമൊന്നും ദൈവം പറയുന്നില്ല. And God is not giving him a timeline or this much time there would be a famine or any punishment. യിരെമ്യാവേ, നിന്നെ അയച്ചത് ഞാനാണ്, നീ പോയി പ്രസംഗിച്ചിട്ട് കേൾക്കാത്ത സകലതിനെ ഇപ്പം ഭൂമി പിളർന്ന് ഞാൻ വിഴുങ്ങാൻ പോവാണെന്ന് ദൈവം പറഞ്ഞില്ല. God is not telling Jeremiah if they don't listen to you then the earth is going to split and swallow them up. ചുരുക്കി പറഞ്ഞാൽ യിരെമ്യാവ് ദൈവസന്നിധി വെച്ച പരാതിക്കൊന്നും മറുപടിയില്ല. So there is no response to all the complaints Jeremiah bringing to God in this passage. എന്ന് നമുക്ക് തോന്നത്തുള്ളൂ. That's what it seems like. പക്ഷെങ്കിൽ യിരെമ്യാവിനെ നേരെ ട്രാക്കിൽ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. But to bring Jeremiah back to God's track is God's plan. അതുകൊണ്ട് യിരെമ്യാവിനോട് ദൈവം ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. So God is asking Jeremiah some questions in response to his question. ആ ചോദ്യം ഇതാണ്. ആദ്യം കാണുന്നത്, കാലാളുകളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ. And God is asking Jeremiah, if you are raced with men on foot. യിരെമ്യാവേ, നീ ഇതുവരെ ഓടിയത് ആരുടെ കൂടിയാ? നീ കാലാളുകളുടെ കൂടിയാ ഓടിയത്. Jeremiah, up to this point you have raced with men. നീ ഇതുവരെ ഓടിയത് സാധാരണക്കാരുടെ കൂടിയാണ്. And you are raced with ordinary people. നിന്നെപ്പോലെയുള്ള സാധാരണക്കാരുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ, if you race with ordinary people like your own, കാരണം നിന്റെ ഓട്ടം ഇതിനേക്കാൾ കഠിനമായ ഓട്ടം നിന്റെ മുമ്പിലുണ്ട്. because there is a greater race, there is something harder in front of you. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓട്ടത്തോട് സാമ്യപ്പെടുത്തി പൗലോസ് നിരവധി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. Apostle Paul, as you know, in his epistles write about Christian life being a race. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പ്രകാരം പറയുന്നു. In Philippians chapter 3 Paul writes, ഒന്ന് ഞാൻ ചെയ്യുന്നു, I do one thing, പിൻപിലുള്ളതിനെ വിടുന്നു, I forget what is behind. മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. I am running towards a race that is in front of me. എന്റെ മുമ്പിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടി എന്റെ പിന്നിലുള്ള സകലതിനെയും വിട്ടിട്ട് ഞാൻ ഓടുകയാണ്. Because I have an aim, I have a goal, I am leaving the things behind, I'm running towards that goal. ദൈവമക്കളെ, ഞാനും നിങ്ങളും ഒരു ഓട്ടക്കളത്തിലാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. But we need to understand we are in a race, brothers and sisters. പക്ഷേ ഈ ഓട്ടക്കളത്തിലെ ആദ്യ ഭാഗത്ത് തന്നെ, ഓട്ടത്തിന്റെ ആദ്യം തന്നെ നാം ക്ഷീണിച്ചു പോയാൽ എങ്ങനെ കുതിരകളുടെ കൂടെ ഓടാൻ നമുക്ക് കഴിയും? If you are tired running with the beginning of the race with your own people, how can you run with horses? യിരെമ്യാവേ, നീ ഇതുവരെ ഓടിയത് സാധാരണക്കാരുടെ കൂടെയാണ്. And Jeremiah, you ran with ordinary people. പക്ഷേ നിന്റെ മുമ്പിലുള്ള അടുത്ത ഓട്ടം എന്ന് പറയുന്നത് കുതിരകളുടെ കൂടെയുള്ള ഓട്ടമാണ്. But the race that is ahead of you, it is running with the horses. നിനക്ക് കൂടുതൽ ശക്തി വേണ്ടതായ, അല്ലെങ്കിൽ നിനക്ക് കൂടുതൽ എനർജി വേണ്ടതായ ഓട്ടം നിന്റെ മുമ്പിലുണ്ട്. There is a race that in front of you that you need more energy and more speed. നീ ഇങ്ങനെ ഇപ്പോഴേ തളർന്നു പോയാൽ നീ എങ്ങനെ ബാക്കിയുള്ള ഓട്ടം നീ പൂർത്തിയാക്കും? If you are tired as of now, how can you complete that race that is ahead of you? ദൈവമക്കളെ, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. And I want to convey something to you, brothers and sisters. ക്രിസ്തീയ ജീവിതത്തിലെ ഓട്ടത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ, if you are tired in your race in your Christian life, എബ്രായ ലേഖനം ഇപ്രകാരം പറയുന്നു, പാപികളാൽ വിരോധം സഹിച്ച ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. ഓട്ടത്തിൽ നമുക്ക് എനർജി പകരുന്നത് കർത്താവായ യേശുവാണ്. and in Hebrews says that you need to continue to meditate on the Lord who gives you energy, and he is the one who is with us. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ ഓട്ടത്തിൽ നാം ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. If you look at your circumstances, you may get tired in your race. നമ്മുടെ ഓട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നമ്മുടെ വിരുദ് നഷ്ടപ്പെടാൻ And if സാധ്യതയുണ്ട്. you look here and there,
there you will miss the goal that is in front of you. എന്നാൽ ഓട്ടത്തിൽ ആരെ നോക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വിശ്വാസികളുടെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ തന്നെ നോക്കിക്കൊണ്ട് ഓടാൻ പറയുന്നു. But it is very clear that it is written, you need to look at the author and finisher of our faith and run that race. ആ ഓട്ടം ക്ഷീണിപ്പിക്കുന്ന ഓട്ടമല്ല. And that race is not that gets you അവിടെ tired. നമുക്ക് ചൈതന്യം നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. That race gives you life in the presence of God. ഈ ഓട്ടത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. We have the presence of the Holy Spirit that gives us strength in this race. മാനുഷികമായി നമുക്ക് ക്ഷീണം തോന്നിയേക്കാം, പക്ഷെങ്കിൽ അവിടെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. Physically we may be tired, but there's the presence of the Holy Spirit gives you strength to run that race. യിരെമ്യാവേ, നീ കാലാളിന്റെ കൂടെ ഓടി ക്ഷീണിക്കേണ്ടവനല്ല. Hey, Jeremiah, you are not to get tired running the race with men. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഞാനും നിങ്ങളും കാലാളിന്റെ കൂടെ ഓടുമ്പോൾ ആദ്യ ഓട്ടത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ക്ഷീണിച്ച് തളരേണ്ടവരല്ല. We are not to be tired as we are running with men, and if we are get tired, then what happens with our race? ഓട്ടത്തിന്റെ കാഠിന്യമേറിയതായ ഭാഗം നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് നാം ഓർക്കുക. You need to understand there are difficult ways and places ahead of you to run the race. ഇവിടെ വിജയിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ ആ ഓട്ടം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. We can only complete the race that is in front of us if you are only victorious in these easy paths. അപ്പോൾ ഒന്നാമത്തെ യിരെമ്യാവിനോടുള്ള ദൈവത്തിന്റെ ചോദ്യം, യിരെമ്യാവേ, കാലാളിന്റെ കൂടെ നീ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ നീ എങ്ങനെ കുതിരകളുടെ കൂടെ ഓടും? And the first question God is asking Jeremiah, if you get tired or worn out by running with men, how will you run with the horses? കുതിരകളുടെ കൂടെ ഓടുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. It is not an easy task for ordinary men to run with horses. കാരണം ഹോഴ്സ് പവർ എന്ന് പറയുന്നത് മോട്ടോറിന്റെയും പമ്പുകളുടെയും ഒക്കെ ശക്തി പറയുന്നത് ഹോഴ്സ് പവർ എന്നുള്ളതായ നിലയിലാണ്. The motor and engine is often compared with horsepower. കുതിര ശക്തി എന്ന് പറയുന്നത് അത്ര കൂടിയതാണ്. And horsepower is such an enormous power. അതിന്റെ കൂടെ ഓടി ജയിക്കാൻ ഒരു ഓടുന്ന കുതിരയുടെ മുമ്പിൽ ഓടി ജയിക്കാൻ ഒരു മനുഷ്യന് കഴിയുകയില്ല. And no man is able to run with horses and win a race. പക്ഷെ ഒരിക്കല് പ്രഗത്ഭനായ രാജാവിന്റെ ഏറ്റവും വിലയേറിയ ഏറ്റവും വിശിഷ്ടമായ കുതിരകൾ വഹിക്കുന്ന രഥത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ഓടി. And there was a time when a man ran after a chariot of this great king. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഓട്ടമാണ് ആ മനുഷ്യൻ ഓടുന്നത്. And that man is running a race that we cannot imagine. അത് കാർമേലിന്റെ മുകളിൽ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് താഴോട്ട് വന്നയാളാണ്. And here's a man who was Mount Carmel and he had a ministry. അതിനുശേഷം തളർന്ന് ഉറങ്ങിയ മനുഷ്യനാണ്. And he was tired and was sleeping afterwards. ആ ആളിനെ തട്ടി ഉണർത്തി അപ്പം കൊടുത്ത് അവനെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ കാണാം. And we see the work of God who woke that man up and giving him something to eat and said, run. ഏലിയാവേ, നീ ഇവിടെ ഉറങ്ങാനുള്ളവനല്ല, നിനക്ക് ദീർഘദൂരം ഓടാനുണ്ട്, ദീർഘദൂരം പോകാനുണ്ട്, ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ ദൈവ ശബ്ദം നമുക്ക് അവിടെ കേൾക്കാൻ We കഴിയുന്നു. hear the word of God saying, Elijah, you are not to be here, but there's a great journey, there's a great race ahead of you. അവിടെ നിന്ന് ഇറങ്ങി വന്ന ആഹാബിനോട് പറഞ്ഞു, ദേ മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞു. And he came down from Mount Carmel and told Ahab, there's a great rain I see. നല്ല വാർത്തയാ പറഞ്ഞത്. രഥത്തിൽ ഒരു സീറ്റ് ഏലിയാവ് നോക്കിയില്ല. And Elijah was not looking for a seat in the chariot, but he was പക്ഷേ telling him ഏലിയ the news. ഓടുകയാണ് രഥത്തിന്റെ മുമ്പിൽ. But Elijah is running in front of the chariot. യാതൊരു ക്ഷീണവുമില്ല. And he was not tired at all. ആഹാബിന്റെ ശക്തിയുള്ള കുതിരകൾ അതിവേഗം പാഞ്ഞിട്ടും ഏലിയാവിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. And Ahab's great horses could not defeat Elijah. കാരണം സ്വർഗീയ ഇടപെടൽ കഴിഞ്ഞ് സ്വർഗീയ അപ്പം തിന്നേച്ച് ഇറങ്ങിയിരിക്കുന്ന ആളിനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിന്റെ കുതിരയ്ക്കോ കുതിരയുടെ ശക്തിക്കോ കഴിയുകയില്ലെന്ന് അർത്ഥം. But that means the horses of this world cannot defeat a God-given power and God-given authority to a prophet. ദൈവമക്കളെ, നാം ഒരു കാര്യം ഓർക്കണം. ഞാനും നിങ്ങളും ക്ഷീണിക്കുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. There is somebody who gives us encouragement and power when we are tired. ഞാനും നിങ്ങളും ഈ ഓട്ടത്തിൽ ഇവിടെ അവസാനിക്കേണ്ടവരല്ല. We are not to be ending our race in this world. എപ്പോഴെങ്കിലും ക്ഷീണം അനുഭവിക്കുന്നുവെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നില്ല, കർത്താവിനെ ധ്യാനിച്ചാൽ മതി. Whenever you are tired in your race, all you have to do is meditate on the Lord. ലക്ഷ്യം മറ്റുള്ളിടത്തേക്കൊക്കെ വശീകരിക്കപ്പെടുന്നെങ്കിൽ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ മാത്രം നോക്കിയാൽ If മതി. your focus is being distracted, look unto the Lord that is died on the cross for us. ഇനി അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കുകയാണ്. And I want to say the next passage. ഈ വാക്യത്തില് നിങ്ങൾ ഒരു ചെറിയ കറക്ഷൻ മലയാളം ബൈബിളിലുണ്ട്. There is a correction in the Malayalam Bible in this passage. ലേറ്റസ്റ്റ് മലയാളം ബൈബിളിൽ ചിലപ്പോൾ അത് കറക്റ്റ് ചെയ്ത് തന്നെ ആയിരിക്കാം. Maybe the newer translation it may be corrected. നിങ്ങൾ ആ വാക്യം ഇങ്ങനെ നോക്കണം. സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു.
And if you stumble in a safe country, ഇവിടെ പറയുന്നത് നമ്മുടെ പഴയ മലയാളം ബൈബിൾ ഇങ്ങനെയാണ്, സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു. and in the old translation it says, if you are living in a peaceful place and you are without fear. സമാധാനമുള്ള ദേശത്ത് ഭയം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. There is no reason to have fear if you are living peacefully. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഇത് മലയാളത്തിൽ ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. And if you look at the English translation, you see that was a mistake made in അവിടെ translation. ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥത്തിൽ ഇങ്ങനെയാണ് പറയേണ്ടത്, സമാധാനമുള്ള ദേശത്ത് നീ ഇടറി വീഴുന്നെങ്കിൽ. And it says in English, if you stumble in a safe country, സമാധാനമുള്ള ദേശത്ത് നീ വീഴുന്നെങ്കിൽ, if you are stumbling in a safe country, യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? how will you manage in the thickets of Jordan? ഞാൻ വേദവചനം തെറ്റാണെന്നല്ല പറഞ്ഞു കേട്ടോ, അങ്ങനെ ധരിക്കരുത്. I'm not saying the Bible is wrong. ജസ്റ്റ് മലയാളത്തിലെ ഒരു കറക്ഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. I'm only saying a translation mistakes in Malayalam. വീണ്ടും ആ വാചകം നമുക്ക് നോക്കാം. സമാധാനമുള്ള ദേശത്ത് നീ എന്ത് ചെയ്യുന്നു? ഇടറി വീഴുന്നു. You are stumbling in a safe country. സമാധാനമുള്ള ദേശത്ത് നീ ഇടറി വീണാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? If you stumble in a safe country, how will you manage in the thickets of Jordan? യിരെമ്യാവേ, നീ ഇപ്പോൾ ആയിരിക്കുന്നത് സമാധാനമുള്ള ദേശത്താണ്. Jeremiah, you are in a peaceful ഈ situation. സമാധാനമുള്ള ദേശത്ത് നീ സക്സസ് ആകുന്നില്ലെങ്കിൽ, If you are not successful in this peaceful country, യിരെമ്യാവേ, നീ കടക്കാൻ പോകുന്നത് യോർദാന്റെ വൻകാട്ടിലേക്കാണ്. because you are going into the thickets of Jordan. സമാധാനമുള്ള ദേശത്ത് യിരെമ്യാവേ നീ വിജയിക്കുന്നില്ലെങ്കിൽ ഈ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? So if you are not able to do well in this peaceful nation, how are you going to face difficult challenges ahead of you? യിരെമ്യാവേ, നീ ഇതുവരെ കണ്ടതിനേക്കാൾ കഠിനമായ ശോധനയിലേക്ക് നീ കടക്കുകയാണ്. And Jeremiah, you are going to face difficulties that you have never imagined in front of you. അത് യോർദാന്റെ വൻകാട്ടിന്റെ അനുഭവങ്ങളാണ്. And those are similar to the experience of the thickets of Jordan. ആ വൻകാട്ടിൽ വന്യമൃഗങ്ങളുണ്ട്. And in those jungles there is wild animals. അവിടെ വിഷപ്പാമ്പുകളുണ്ട്. And there were poisonous ആ snakes. വൻകാട്ടിലൂടെയുള്ള യാത്ര എത്ര സുഖമുള്ള യാത്രയല്ല. It is not a comfortable journey in those jungles. പക്ഷേ യിരെമ്യാവേ, അവിടെ നിന്നെ പരിപാലിക്കുന്നവൻ ഞാനാണ് എന്നർത്ഥം. But Jeremiah, even in those conditions, I am the God who will protect you. നീ സമാധാനമുള്ള ദേശത്ത് തകർന്നു പോയാൽ, If you are shattered in peaceful land, എങ്ങനെ നീ വൻകാട്ടിലൂടെ മുമ്പോട്ട് പോകും? how can you get to the next level when there is more problems? ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. And I'm going to conclude my words here. നമ്മുടെ സമയവും അതിക്രമിച്ചു പോകുന്നത് എനിക്കറിയാം. And I know our time is gone fast. ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം, ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിനേക്കാൾ വലുത് വരാനിരിക്കുന്നു എന്ന് തന്നെ നാം കണക്ക് കൂട്ടണം. And we always need to think there is more difficulty that we may face ahead of us where we are today. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ നടത്തിയവൻ, ഇതുവരെയും പുലർത്തിയവൻ ഇനിയും നടത്തുവാൻ ശക്തനാണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. But one thing you can be assured of, that the God who helped us this far, He will continue to help us in those difficulties. ഈ സമാധാന ദേശത്ത് എന്നെ പുലർത്തിയവൻ യോർദാന്റെ വൻകാട്ടിലും എന്നെ പുലർത്തുവാൻ മതിയായവനാണെന്ന് The God വിശ്വസിക്കണം. who kept me in comfortable situation, He's also the same God who will sustain us in difficult situations. കഴിഞ്ഞ നാളുകളിലെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നടത്തിയ അത്ഭുതകരമായ എത്രയെത്ര രംഗങ്ങളുണ്ട്. If you look past in your life, how many times He has miraculously sustained you. എന്റെ നിങ്ങളുടെയും കഴിവ് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ ആണോ നാം ഇതുവരെ ആയിരിക്കുന്നത്? Have we accomplished everything because of our might and our power? നാം പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് വരികയില്ല. We may not accomplish everything that we set out to do. നമ്മുടെ കുടുംബത്തിലെ നാം ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടന്നില്ല എന്ന് വന്നേക്കാം. In our own families, we may not accomplish everything we set out to do. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തില് നാം പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും സാധ്യതമായില്ല എന്ന് വന്നേക്കാം. Regarding your children, you may not have everything that you wanted happen. എന്നാൽ ഒരു കാര്യം നാം ഓർക്കുക, ഏത് സാഹചര്യത്തിലും ഏത് യോർദാന്റെ വൻകാട്ടിലൂടെ കടന്നു പോകുമ്പോഴും കരം പിടിച്ചു നടത്തുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. We need to have the self-assurance that every God who shall help us in these situations, He will continue to hold our hands in those difficult situations. എന്റെ ദൈവം മതിയായവൻ എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. We need to be constantly thinking, my God is enough for me. ഈ യിരെമ്യാവിന്റെ പരാതി ഇവിടെ അവസാനിക്കുകയാണ്. And the complaint of Jeremiah is coming to a conclusion here. നാം യിരെമ്യാ പ്രവചനത്തിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ യിരെമ്യാവിന് ഇതിനേക്കാൾ കഠിനമായ കഷ്ടതകൾ തന്നെയാണ് വന്നത്. And as we continue reading the book of Jeremiah, we see Jeremiah face difficult situations. യിരെമ്യാവിനെ കൊല്ലുവാനായിട്ട് കൂട്ടം കൂടിയത് യിരെമ്യാവിന്റെ സ്വന്തക്കാരാണ്. And his own people came against him to kill him. ഞാൻ
നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തം പട്ടണത്തിൽ നിന്നും പുറത്താക്കി. Just like I said earlier, he was kicked out of his own city. അവിടെ കൊണ്ട് അവരുടെ വാശി അവസാനിച്ചില്ല. ഇവനെ ജീവനോടെ വെച്ചേക്കണ്ട എന്ന് അവർ തീരുമാനിച്ചു. And these people came after him. Not only just they kicked out, but they wanted to destroy him. യിരെമ്യാവിനെ കൊണ്ടുപോയി ഒരു കുഴിയിലിടുന്നത് നമുക്ക് കാണാൻ We see കഴിയുന്നു. Jeremiah was thrown into a pit. ഒന്ന് കഴിഞ്ഞ് മറ്റൊരു കഷ്ടത എന്നുള്ള നിലയിൽ ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതയിലൂടെ തന്നെ ഈ പ്രവാചകൻ മുമ്പോട്ട് And പോവുകയാണ്. Jeremiah was facing one challenge and one tribulation after another. പക്ഷേ യിരെമ്യാവിന്റെ സാഹചര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ മാറി മാറി പോകുമ്പോഴും, But even though his conditions and his environment were changing, യിരെമ്യാവിന്റെ സന്ദേശത്തിന് മാറ്റമില്ല. but the message of Jeremiah never changed. യിരെമ്യാവിന്റെ ദൈവത്തിന് മാറ്റമില്ല. The God of Jeremiah never changed. ഇസ്രായേൽ അനുദപിച്ചില്ലെങ്കിൽ ന്യായവിധി വരുന്നു, പ്രവാസത്തിലേക്ക് പോകുന്നു എന്നുള്ള സന്ദേശത്തിന് യാതൊരു മാറ്റവുമില്ല. Even though there was no change of God's message to Israel that if you don't change your ways, you will go into exile. ഇസ്രായേലിന്റെ ദൈവം ന്യായം വിധിക്കുമെന്നുള്ളതായ സന്ദേശത്തിന് മാറ്റമില്ല. There was no change to God's word towards Israel that they will be punished. അതുപോലെ തന്നെ സംഭവിച്ചു. ബാബിലോണിലേക്ക് ജനം പ്രവാസികളായി പോയി. Just like Jeremiah prophesied, people were taken as exile and captives to Babylon. പക്ഷേ ഈ സാഹചര്യങ്ങളിലെല്ലാം യിരെമ്യാവിനെ പരിപാലിച്ച ഒരു ദൈവം ഉണ്ടായിരുന്നു. But all these situations, there was a God who was with Jeremiah. ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. And I'm going to conclude my words here. ദൈവമക്കളെ, ധൈര്യപ്പെടുക. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, Dear children of God, take courage, whatever situation you are in. നാം ലോകമനുഷ്യനിലേക്ക് നോക്കുമ്പോൾ അവൻ നമ്മളെക്കാൾ പല ഏരിയകളിൽ സക്സസ് When ആയിരിക്കാം. you compare ourselves to people of the world, they may be successful than us. അവന് നമ്മളെക്കാൾ മെച്ചമായ പല പല സൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം. They may be more prosperous than and may have better conditions than we do. പക്ഷേ നിനക്കൊരു കാര്യത്തിൽ വിശേഷതയുണ്ട്. നീ സേവിക്കുന്നത് ജീവനുള്ള ഒരു ദൈവത്തെയാണ്. But there is something unique about you. You serve a living God. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അന്ന് കാണുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God says you will show the differentiation between those who serve God and those who don't. കൈവിടുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. We do not serve a God who will let us go. യോർദാന്റെ വൻകാട്ടിൽ നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നു. We serve a God who will keep us safe in the thickets of Jordan. കാലാളുകളുടെ കൂടെ ഓടി അതിനുശേഷം കുതിരകളുടെ കൂടെ ഓടുവാൻ ബലം നൽകുന്ന, ധൈര്യം നൽകുന്ന, ഊർജ്ജം നൽകുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നു. We serve a God who gives us energy and strength to run with horses, that if you are tired running with men. ആ ദൈവകൃപയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. Let us submit ourselves in the presence of God. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. May God help us. Our Heavenly Father, we thank you for this day. Thank you for speaking the word to us, oh God, this morning. That we have often tired, and comparing ourselves, we have many questions in our lives, Lord. We look at our own condition and say, why is the wicked prospering, Lord? Then the word is very clear that it will not last forever. Your word will always be true, Lord. That you are sovereign over our lives, oh God. That even when we are tired, you will give us the strength to run with the horses. You will face difficulties in our lives. That is ahead of us, Lord. We have heard that through your servant this morning. Help us to understand, even when we are comfortable, there may be difficult days ahead, but you are sovereign over our lives, Lord. We continue to trust you in every challenge that we face, Father. We thank you once again for this word. We give you all the glory and we give you all the honor. In Jesus Christ, the Lord's precious name we pray. Amen. Amen.